ശാന്തിവിള ദിനേശ് പലപ്പോഴും കാര്യങ്ങൾ തുറന്നു പറയുന്നത് പലരെയും ശത്രുക്കളാക്കിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ പറയേണ്ടത് കൃത്യമായി പറയും. ഇപ്പോ മായ വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു നടിയുമായി അദ്ദേഹം അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ നടത്തിയൊരു അഭിമുഖത്തിൽ ഈ ചില നടിമാർ ഗൾഫിലേക്കൊക്കെ പോകുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുവെ ഈ സിനിമയും സീരിയലും ഒക്കെ കുറയുമ്പോൾ നടിമാർ ഗൾഫിൽ പോകുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമാണ്, ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് മറ്റു പല കാര്യങ്ങൾക്കുമാണെന്നൊക്കെ ഉള്ള ചില ആരോപണങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചില നടിമാരുടെ പേരുകളും പുറത്തു വരുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് വിവാദമാക്കാൻ തൽക്കാലം താല്പര്യമില്ല. സാർ ഈ സിനിമയിൽ കുറെ നാള് പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടും എങ്ങനെ കാണുന്നു മലയാള സിനിമയിലെ ഇത്തരം കുറെ കാര്യങ്ങൾ സാറിന് അറിയായിരിക്കുമല്ലോ? ശാന്തിവിള ദിനേശ് എൻ്റെ സുഹൃത്താണ്. ശാന്തിവിള ദിനേശ് പലതും തുറന്നു പറയുന്ന ആളാണ്. പ്രത്യേകിച്ചും സിനിമയിലെ സ്ത്രീ വിഷയ സംബന്ധമായ കാര്യങ്ങൾ, സ്ത്രീപീഡനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ശക്തമായി പ്രതികരിക്കുന്ന ആളാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരാളല്ല. അദ്ദേഹം സ്വന്തം ഭാര്യയിൽ വിശ്വസിക്കുന്ന, അതിൽ മാത്രം ജീവിക്കുന്ന ഒരാളാണ് എന്നാണ് പറയുന്നത്. എനിവേ അദ്ദേഹം പല ചാനലിലും പല ഇൻ്റർവ്യൂകളിലും ഇങ്ങനെയുള്ളവരെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ആരെക്കുറിച്ചും എന്നും പറയും, എന്നെക്കുറിച്ച് വരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, മറ്റു ചില കാര്യങ്ങൾ. എങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ല. എങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ മായ വിശ്വനാഥുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മായ വിശ്വനാഥും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. നടികൾ ഉദ്ഘാടനത്തിന് പോകുന്നു, അല്ലെങ്കിൽ പ്രോഗ്രാമിന് പോകുന്നു. ഏതാണ്ട് 2005 വരെ 10-25 പ്രോഗ്രാമുകൾ, സ്റ്റേജ് ഷോകൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ, ദുബായിലും യൂറോപ്പിലും ഒക്കെ. അന്നൊക്കെ വളരെ കൃത്യമായി ഒരു 15 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി 1 മാസത്തേക്ക് പോകുന്നു, അല്ലെ 1.5 മാസത്തേക്ക് പോകുന്നു. വളരെ കൃത്യമായി നമ്മുടെ കൺട്രോളിൽ വരുന്ന നടീനടന്മാർ ഒരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോ ഡയറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ആളാണ് ഞാൻ. എന്നാൽ പിന്നീട് ഈ സ്റ്റേജ് ഷോയ്ക്ക് അങ്ങ് മാർക്കറ്റ് കുറഞ്ഞു. കാരണം യൂട്യൂബും മറ്റ് ചാനലുകളും എല്ലാം വന്നതോടെ കോമഡി വളരെ പെട്ടെന്ന്, ഈ കോമഡി ഷോ ഒന്നും അങ്ങനെ പുതിയതായിട്ടുണ്ടാക്കാൻ പറ്റുന്നില്ല. എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലേക്ക് എത്തുക. അപ്പോൾ അവിടെ കാഴ്ചക്കാർ കുറഞ്ഞു, അങ്ങനെ ഷോ അങ്ങില്ലാതായി. പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലേക്കും സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രത്യേകിച്ചും നടികൾ പോകുന്നുണ്ട്. അതായിരുന്നു അവരുടെ വിഷയം, അവർ സംസാരിച്ച വിഷയം അതാണ്. ഇവിടെ ഈ നടികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിദേശത്ത് പോയി അവിടെ സിനിമാ നടികളെ ആഗ്രഹിച്ചിരിക്കുന്ന മലയാളികളുടെ കൂടെ പോകുന്നു, അല്ലെ മലയാളികളോ മറ്റ് സംസ്ഥാനക്കാരോ ആരും ആയിക്കൊള്ളു, അവരുടെ കൂടെ പോകുന്നു എന്നുള്ളതാണുള്ള വിഷയം. അങ്ങനെ പോയാൽ എന്താ കുഴപ്പം? എൻ്റെ ചോദ്യമാണ്. ഞാനൊരു ധന്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോടാണ് സംസാരിക്കുന്നത് എന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഒരു പെൺകുട്ടി വിചാരിക്കുകയാണ് എനിക്ക് അങ്ങനെ പോകാം, അല്ലെ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുപ്രീം കോടതി വരെ പറഞ്ഞിരിക്കുകയല്ലേ, സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പരസ്പര ഇഷ്ടത്തോടെ ഒരു പുരുഷൻ സ്ത്രീക്കും എങ്ങനെയും ജീവിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ പോകുന്നതിന് മറ്റുള്ളവർ കുറ്റം പറയണം? എന്നാൽ പണം വാങ്ങി ശരീരം കൊടുക്കുന്നത് അത് ഇമ്മോറൽ ട്രാഫിക് ആക്ട് അനുസരിച്ച് തെറ്റാണ്. നമ്മുടെ മലയാളത്തിലെ ഒരു സ്ത്രീപീഡന കേസ്, ഒരു സിനിമയിലെ ഒരു നടൻ്റെ സ്ത്രീപീഡന കേസ് ജാമ്യം കിട്ടിയത് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. നടി പീഡന പരാതി കൊടുക്കും. 18 പ്രാവശ്യം 20 പ്രാവശ്യം എന്നെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. അതിൻ്റെ വിഷയം, അദ്ദേഹം നിർമ്മിക്കുന്ന ഒരു സിനിമയിൽ, പുതിയ സിനിമയിൽ ഇവർക്ക് വേഷമുണ്ടായിരുന്നില്ല, നായികയാക്കിയില്ല. അതിൻ്റെ പേരിലാണ് വിരോധം കൊണ്ട് കൊടുത്തതെന്ന് പറയും. പക്ഷെ കൃത്യമായി ഇയാൾ അവർക്ക് പണം അയച്ചു കൊടുത്ത, ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസം ഗൂഗിൾ പേ വഴി പണം അയച്ചു കൊടുത്തതിൻ്റെ തെളിവുകൾ കൊടുത്തു കോടതിയിൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ പണം കൊടുത്ത് ഈ വ്യഭിചരിക്കുന്നത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് രണ്ടുപേരും തെറ്റുകാരെ, ഈക്വലി രണ്ടുപേരും തെറ്റുകാരെ. സാറ് പറഞ്ഞ ആ നടനെയും നടിയെയും എനിക്ക് മനസ്സിലായി. പേര് പറയുന്നില്ല, നമുക്ക് ജനങ്ങളോട് പറയണ്ട, എക്സ് ഓർ വൈ, അതാരും ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട ആളുകളുമുണ്ട്. ഇവിടെ 2 തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇപ്പം അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ മോഹിച്ചിട്ട് നടക്കുന്ന ഒരു കുട്ടി,
ആ കുട്ടിയെ വേഷം തരാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവളെ ബലാത്കാരം ചെയ്യുന്നത് കൊടിയ തെറ്റ് തന്നെയാണ്. അവനെ തൂക്കിക്കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് യാതൊരു വിരോധമില്ല എന്ന് പറഞ്ഞ് ഒരു പുരുഷൻ്റെ കൂടെ പോയാൽ ആ പുരുഷൻ എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത്? അതിന് ആർക്കാണ് കുറ്റം പറയാൻ കഴിയുക? അവർ കേസിലൊന്നും പോകണ്ട. അത് കണ്ടു നിൽക്കുന്നവർക്ക് എന്താ വിഷമം? അത് നമ്മൾ കാലത്തിനനുസരിച്ച് വളരാത്തതുകൊണ്ടാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, 2025-ലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ കോടതി വിധികൾ അനുകൂലം, ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ അനുകൂലം ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും 18 വയസ്സ് കഴിഞ്ഞാൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ടായിരിക്കെ, അവളുടെ ആഗ്രഹമനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ടായിരിക്കെ എന്തിനാണ് നമ്മൾ പരദൂഷണം പറയുന്നത്? പക്ഷേ സാർ, ഇത്തരം കാര്യങ്ങൾ ഈ ചാനലുകളിലൂടെ പറയുമ്പോൾ അത് പലരെയും ഇപ്പോൾ നമ്മൾ തന്നെ ഇട്ടേക്കുന്നത് ഗൾഫിൽ പോകുന്ന നടിമാരുടെ യാത്രയ്ക്ക് പിന്നിൽ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവർക്ക് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പല കഥകളും സിനിമയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ മേഖലയിലും ഇത്തരത്തിലുണ്ടെങ്കിലും സിനിമയിൽ കുറച്ചുകൂടി കൂടുതലാണ് ഈ കഥകൾ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന നടി ഇന്ന ആളോടൊപ്പം പോയി ഇന്നത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് ആളുകൾക്ക്. സാറ് ചോദിച്ച ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട മറുപടിയാണ്, അത് അവരുടെ ഇഷ്ടമാണ്, അത് നമ്മളാരും പറയേണ്ട കാര്യമില്ല എന്നുള്ളത്. പക്ഷേ എന്തിനാണ് ഇത്തരത്തിൽ പോകുന്നവരെ ക്രൂശിക്കും? ഇപ്പോൾ ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ പതിവ്രതകളെ പോലെ നടക്കും, അങ്ങനെ ആ ഒരു വാക്കിനൊക്കെ അങ്ങനെ ഒരു അങ്ങനെയൊക്കെ പതിവ്രത എന്നൊക്കെ ഉള്ള ഒരു പതിവ്രത എന്ന് പറയുന്നതിന്റെ മീനിങ് എനിക്കറിയില്ല സാർ, സീരിയസ്ലി എനിക്കറിയില്ല. ഇവിടെ ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന നടിക്കും ചിലപ്പോൾ ചീത്തപ്പേരുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമാണ് ഇതിനകത്തെ ഒരു മൈനസ് ആയിട്ട് എനിക്ക് കാണുന്നത്. നമ്മുടെ ഒരു വലിയ നടി ഒരു സ്ഥലത്ത് ഗൾഫിലോ മറ്റേതെങ്കിലും രാജ്യത്ത് ഒരു ഉദ്ഘാടനമുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ഉണ്ട് എന്ന് പറഞ്ഞു പോയാൽ അവൾ സത്യസന്ധമായി ഇതിനു വേണ്ടിയാണ് പോകുന്നതെങ്കിലും ഇതൊക്കെ കാണുന്ന ജനങ്ങൾ തെറ്റിദ്ധരിക്കും, അവിടെ പോയിട്ട് എന്താ പരിപാടി എന്ന് നമുക്കറിയാമല്ലോ. അത് ഒരു ചെറിയ പ്രശ്നമാണ്. ഇനി അതല്ല, ഞാൻ ഇതിന് തന്നെ പോകുന്നു, എനിക്ക് ഉദ്ഘാടനമല്ല, ഞാൻ എൻജോയ് ചെയ്യാൻ പോകുന്നു. എത്രയോ പുരുഷന്മാർ പോകുന്നു, ബാങ്കോക്കിലും പട്ടായിലും ഒക്കെ പോകുന്ന പുരുഷന്മാരില്ലേ? അവരെ എന്തായാലും കുറ്റപ്പെടുത്താതെ രാഷ്ട്രീയക്കാരുണ്ട്. രാഷ്ട്രീയക്കാർക്ക് പിന്നെ സ്വന്തം തട്ടകത്തിൽ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. എന്താണ് അവര് ഒരു പുരുഷനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് സ്ത്രീ? പാതിവൃത്യമാണ് സ്ത്രീക്കുള്ളത്. പുരുഷന്മാർക്ക് പോവാം, വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യാം. ഇതേ നടികൾ തെറ്റെന്നാണല്ലോ സമൂഹം പറയുന്നത്, ഞാൻ തെറ്റെന്ന് പറയില്ല. അവിടെ പോയി ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പുരുഷൻ ഈക്വലി പങ്കാളിയല്ലേ? അവന് ഭാര്യയും കുട്ടികളും ഉണ്ടാവും, അവരുടെ കുടുംബവും ഇതറിയുന്നില്ല. ഈ പോകുന്ന പാവപ്പെട്ട നടി വലിയ വേഷങ്ങളൊന്നും കിട്ടാത്ത നടികന്മാരായിരിക്കും, അല്ലെ സീരിയൽ നടികളായിരിക്കാം. അവർക്ക് പേര് ദോഷം. അവർ പിന്നെ എന്താ ഇവിടെ പട്ടിണി കിടക്കണം? ഞാൻ പറഞ്ഞില്ലേ, നളിനി ജമീല എന്ന് പറയുന്ന സ്ത്രീ, അവരാരാണെന്ന് നമുക്കറിയാം. അവരുടെ പുസ്തകങ്ങൾ വാഴ്ത്തിപ്പാടുന്നു. ഇന്നവർ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളാണ്. ഞാൻ അവരുടെ ജോലിയിലല്ല അറിയപ്പെടുന്നത്. അവർ സമൂഹത്തിന് കൊടുത്ത ഒരു ചില അടയാളപ്പെടുത്തലുകളുണ്ട്, സമൂഹത്തിന് കൊടുത്ത അറിവുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി വിദേശത്ത് പോയാൽ ഉടനെ ഈ മഞ്ഞക്കണ്ണടയും വെച്ചിരിക്കുന്നവർ അവരതങ്ങ് മാറ്റുക. ഇത്തരം വിഷയങ്ങൾ പോലും ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. അല്ല, വിദേശത്ത് പോയാൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് സഞ്ചരിച്ചാൽ പറയുന്നതോളം മറ്റേ പരിപാടിക്ക് ഇതേ വാക്കാണ് ഉപയോഗിക്കുന്നത്, മറ്റേ പരിപാടിക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അത് അതിനുള്ള സംസ്കാരം നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയല്ല, അവൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരയാണ്. അവൾക്ക് ഏത് സമയത്തും, ഞാൻ പറയില്ലേ, അർദ്ധരാത്രിയും പോകാനുള്ള അനുവാദമുണ്ടാവണം, അതിനുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. കാരണം സ്ത്രീ അബലയാണ് എന്നൊക്കെ പറയുമെങ്കിലും സ്ത്രീക്ക് പുരുഷന്മാരെക്കാൾ ആരോഗ്യത്തിൽ കുറവുണ്ടാവും. അവരെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. അങ്ങനെയുള്ള മൃഗഭോജികൾ ഇവിടെ ഉള്ളത്തോളം കാലം സ്ത്രീക്ക് രാത്രിയൊന്നും നടക്കാൻ പറ്റില്ല. അതിനുള്ള പ്രൊട്ടക്ഷൻ സർക്കാർ ചെയ്ത് കൊടുക്കണം, അതിനുള്ള സംരക്ഷണം കൊടുക്കണം, വേണ്ടേ? അതുപോലെ തന്നെ പണ്ട് കാലത്തുണ്ടായിരുന്നു, സിനിമയിലേക്കോ സീരിയലിലേക്കോ അഭിനയിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാൻ വന്നാൽ അവൾ പോയി എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയായിരുന്നു. അവിടെ നിന്നും മാറ്റം വന്നു, കാലം മാറി. ഇന്നതൊരു പ്രൊഫഷനാണ്, അവരുടെ തൊഴിലാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവർ മറ്റേ പരിപാടിക്ക് പോകുന്നു. എത്രത്തോളം സംസ്കാരഹീനമാണ്.
നമുക്കൊരു ഒരു ഒരു നല്ല തലമുറ ഉണ്ടാവില്ലേ നമ്മുടെ നാടിന്? എൻ്റെ സംശയം അതാണ്. ഞാൻ ആഗ്രഹിക്കുന്നതാണ് അടുത്ത തലമുറയെങ്കിലും സംസ്കാര സമ്പന്നമായ ഒരു തലമുറ ഇവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും.